ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ റൈഡായിട്ടാണ് വന്നേക്കുന്നത്. സ്ഥലത്തിൻ്റെ പേര് പാണൻകുഴി അല്ലേ? പാണൻകുഴി എക്കോ ടൂറിസം. ഒരു എറണാകുളത്തു നിന്ന് ഒരു 43 കിലോമീറ്ററേ ഉള്ളൂ. ഒരു വൺ ഡേയും വേണ്ട, ഒരു ഹാഫ് ഡേയിൽ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. ഇനി ഇവിടുന്ന് കുറേ ദൂരം കാട്ടിക്കൂടൊക്കെ നടന്ന് അവിടെ ചെന്നിട്ട് നമുക്ക് കുറേ കുളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം മൊത്തത്തിൽ നമുക്ക് ഇന്ന് അത് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അപ്പോൾ പോവാല്ലേ? യെസ്. ശരിക്കും നല്ല അടിപൊളി വൈബുണ്ട് കേട്ടോ കാട്ടിക്കൂടി ഇങ്ങനെ നടക്കാൻ. ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് കാണാൻ നമ്മൾ മാത്രമല്ല, പക്ഷെ ഈ പോകുന്ന റൂട്ടിൽ ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. വേറെ ഉള്ളവരൊക്കെ അങ്ങ് എൻഡിലെത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ ഏകദേശം ടൈം 4:25. അത് ആ ഒരു ടൈമിൽ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ്. ഇവർ രണ്ടും ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്ത്, പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള കാട്ടിൽ അവിടെ ആനയൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുന്നത് കാണാൻ പറ്റും. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട്? അടിപൊളിയായിരുന്നു. പെരിയാറിൻ്റെ സൈഡിലുള്ള സ്ഥലമാണിത്. ഇതിൻ്റെ ഒരു സൈഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഷോളയാറിൻ്റെ ഫോറസ്റ്റ് വനമാണ്. ആ സൈഡിൽ വന്യമൃഗങ്ങളെല്ലാം ഉള്ളതാണ്. അതിപ്പോൾ ആനയായാലും പുലിയായാലും കടുവയായാലും അതുകൊണ്ട് പല വന്യമൃഗങ്ങളുള്ളൊരു കാടാണത്, കൊടുങ്കാടാണ്. അപ്പം നമ്മൾ രാവിലെ എത്തിക്കഴിഞ്ഞാലും ഈവൻ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ആനയും അതുകൊണ്ടൊരു വന്യമൃഗങ്ങളുടെ ശല്യമുള്ള സ്ഥലമാണ്. ഇപ്പം നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക് വന്യമൃഗം ഇറങ്ങാറുണ്ട്. അവർ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ് ഈ പെരിയാറിൽ. അപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ ഇറങ്ങും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് ഈ ലൈൻ കമ്പികൾ ഇട്ടിട്ടുണ്ട്. അതൊരു 6 മണിയാകുമ്പോൾ അവരത് ഓണാക്കും. കാരണം ആ സമയത്തേക്കായിരിക്കും ഈ മൃഗങ്ങൾ അവിടെ വെള്ളം കുടിക്കാൻ വരുന്നത് മാത്രമല്ല, അവർ ആ പുഴ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ മനുഷ്യരുടെ താമസം ഉള്ളതുകൊണ്ട് അവർക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കറണ്ടിൻ്റെ കമ്പിയൊക്കെ ഇട്ട് അവർ 6 മണിയാകുമ്പോൾ അത് ഓണാക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ നേരത്തെ വന്നിട്ടുണ്ട്. ആ സമയത്തെന്ന് വെച്ചാൽ 4:30 ആയപ്പോഴേ ഒരു ആന അതിൻ്റെ കുഞ്ഞുമായിട്ട് കാടിൻ്റെ അപ്പുറത്തെ സൈഡിലെ കാടിൻ്റെ അവിടെ നിന്ന് ഈ വെള്ളം കുടിക്കാൻ വന്നു പെരിയാറിലോട്ട്. അതവിടെ നിന്ന് ഇങ്ങനെ ചിഹ്നം വിളിക്കുന്നതായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് നോക്കുന്നത്. നോക്കിയപ്പോഴത്തേക്ക് അതിങ്ങനെ വെള്ളം കുടിക്കാൻ വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു എല്ലാവരും വെള്ളത്തിൽ നിന്ന് കയറ്, കാരണം അത് എപ്പോൾ വേണമെങ്കിലും ക്രോസ് ചെയ്ത് വരാം. എന്നിട്ട് നമ്മൾ പിന്നെ മുകളിൽ കയറി ഡ്രസ്സൊക്കെ മാറുന്ന ആ സമയം കൊണ്ട് അത് വെള്ളത്തിൽ ഇറങ്ങി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോഴത്തേക്ക് അന്ന് പിന്നെ നേരത്തെ അത് ഇറങ്ങിയത് കൊണ്ട് 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ സെക്യൂരിറ്റി പോയിട്ട് അവിടുത്തെ ലൈറ്റൊക്കെ കറണ്ടൊക്കെ ഓണാക്കി. അപ്പോൾ പിന്നെ പുള്ളിയുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അവിടെ നിന്ന് മൃഗങ്ങൾ കയറി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് അവിടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി അവിടെ നിന്ന് ഞങ്ങളോട് ഇങ്ങനെ തിരിച്ച് വരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വേണ്ട, ആക്ച്വലി എറണാകുളത്തു നിന്നാണെങ്കിൽ ഒരു ഹാഫ് ഡേയുടെ കാര്യമുള്ളൂ. ഒരു 43 ഒരു മണിക്കൂറത്തെ ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട്. സൗണ്ട് നമ്മൾ നടക്കുന്നതിനനുസരിച്ച് കൂടിയും കുറഞ്ഞും ഇങ്ങനെ. പുലിമുരുകൻ സിനിമ ഷൂട്ട് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇറങ്ങത്തില്ലേ, അപ്പം ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഇറങ്ങി സേഫായിട്ട് കുളിക്കാനും എല്ലാം പറ്റിയ സ്ഥലമുണ്ട്. ഓക്കെ. ഈവൻ ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും അതും വേറൊരു എക്കോ ടൂറിസമാണ്, പക്ഷെ അത് വേറെ കറങ്ങി പോകണം. അതുപോലെ തന്നെ ഒരു അടുത്തൊരു ഒരു ആനയുടെ എന്താ പറയുക മറ്റേ സങ്കേതം, അതെ ആനസങ്കേതം വരുന്നത്. ആനസങ്കേതം. പക്ഷേ ഇതിപ്പം കുറച്ചുകൂടെ മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് കാട്ടിൽ കൂടെ ഫീൽ കിട്ടുകയും കൂടുതലായിട്ട്. ഇപ്പോഴും കുറവൊന്നുമില്ല, കാടാണ്. ആ ഒരു എനിക്കൊന്ന് ചിലപ്പോൾ വീഡിയോയിൽ കുറച്ചുകൂടി ഇരുട്ടായിരിക്കും. നമ്മൾ അതെ നേരിട്ട് കാണുന്ന ഫീൽ അത് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ലല്ലോ. അതെ, എന്തായാലും കൊള്ളാം. അവിടെ പോയിട്ടൊരു കുളിയൊക്കെ പാസ്സാക്കാം അല്ലേ? അതെ. ശരിക്കും ഇങ്ങോട്ടൊന്നും വരാൻ തിരക്കേ ഇല്ലായിരുന്നല്ലേ? ഇല്ലല്ലോ, നല്ല റോഡ് ഫ്രീ ആയിട്ട് കിടക്കുമായിരുന്നു. ഇങ്ങോട്ടൊക്കെ ആളുകൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതെ. ഞങ്ങളോട് വെച്ച് ഞങ്ങൾ പറഞ്ഞത് അതല്ലേ, പുള്ളി യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്നതാണ്.
ആ അപ്പോൾ നീ ഇവിടെ നിന്ന് എല്ലാ ഡൗട്ടും ചോദിച്ചു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പറഞ്ഞു. ഇതിപ്പോൾ ഇവിടുത്തെ നല്ല ഇവിടുന്ന് ഈ വഴിക്ക് കാട്ടിൽ നിന്നാണ് ഇറങ്ങി വന്നേ. കാട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ആ ഇറങ്ങി വന്ന നല്ല ഏറ്റവും വലിയ മരങ്ങൾ 10-100 വർഷത്തെ പഴക്കമുള്ള ഭയങ്കര മരങ്ങൾ. അതിൻ്റെ മുകളിൽ അങ്ങനെ അവിടെ നിന്ന് താഴ്ത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് നല്ല രസകരമായ കാഴ്ചകൾ കാണാം. പിന്നെ ഇതുപോലെയാണ് ഇത് ഉണ്ടോ, ഈ മരങ്ങളൊക്കെ എത്രയും പ്രായമുള്ള മരങ്ങളാണ് ഇതൊക്കെ രാജാക്കന്മാർ ഭരണ സമയത്തുള്ള മരങ്ങളാണ് അത് കംപ്ലീറ്റ്. ഇതിങ്ങനെ ഈ ടൂറിസ്റ്റ് മേഖലയിൽ ഇതുപോലെ ടൂറിസ്റ്റ് മേഖല ഈ അടുത്ത സ്ഥലത്ത് വേറെ ഒരു സ്ഥലത്തുമില്ല, ഇത്രയും നല്ല സൗന്ദര്യമുള്ള സ്ഥലം. പിന്നെ പഴയ ഐതിഹ്യം പറയുകയാണ് ബഹൻപുരം എന്ന് പറയാനാണ് ഇത് അപ്പുറത്ത് ഒരു തുരുത്താണത്. ബഹൻപുരം അത് ഇതിൽ പെട്ട് തന്നെയാണ് ബഹൻപുരം. ആ ബഹൻപുരത്തിലേക്ക് ഇവിടുന്ന് മിക്കവാറും ഉടനെ തന്നെ ഇവിടുന്ന് എന്തെങ്കിലും അങ്ങോട്ട് അക്കരയ്ക്ക് യാത്രകൾക്ക് ടൂറിസ്റ്റുകൾ കയറി പോകാനുള്ള ഏർപ്പാടൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള തീരുമാനമുണ്ട്. ഇവിടുത്തെ കൂടെ നിൽക്കുന്ന റേഞ്ചറും അതുപോലെ ഫോറസ്റ്റും ഇവിടുത്തെ സെക്രട്ടറി ആ സാറും ഇവരൊക്കെ ഇതിനൊക്കെ ശരിക്കും നന്നായിട്ട് അത് പ്രയത്നിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഇത് വിപുലീകരിച്ച് വന്നേക്കണം. ഇനിയിപ്പോൾ വിപുലീകരിക്കാനുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, കണ്ടുകളിൽ ഈ കോട്ടേജുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എല്ലാം ഉണ്ട് ടൂറിസ്റ്റുകൾക്ക്. താഴ്ചക്കടയിൽ വരെ. ഇതിന്റെ അപ്പുറത്തെ സൈഡ് എവിടെയാണ്? ഇതിൻ്റെ അത് മുളങ്കുഴി ഇല്ലിത്തോട്, മലയാറ്റൂർ നിന്ന് 8 കിലോമീറ്റർ. അവിടെ നിന്ന് ആൾക്കാർ കുളിക്കാനൊക്കെ ഏറ്റവും സൗകര്യമുള്ള സ്ഥലം ഇതാ. അതുകൊണ്ടൊക്കെ കൂടെ വന്നെ മൃഗങ്ങൾ അക്കരെ അത് പെരുന്തോടുള്ള ആ പെരുന്തോടിൻ്റെ അങ്ങകര ഇവിടെ തമിഴ്നാട് വരെ മലയാണ്. ഈ കല നാടാ. പിന്നെ ഇങ്ങോട്ട് പിന്നെ ആ കുറച്ചുകൂടി ഉള്ളു ഫോറസ്റ്റിൻ്റെ ഈ ടൂറിസ്റ്റ് മേഖല. ഓക്കെ ശരി. അതാ ഗൈസ്, നീതുമോൾ ഇതാ കുളിക്കാനുള്ള സെറ്റപ്പിലേക്ക് ഡ്രസ്സൊക്കെ മാറി എത്തിയിരിക്കുകയാണ്. ഓ ശരിക്കും അടിപൊളി സ്ഥലമാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ വെള്ളം ഒത്തിരി കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം അവർ വന്നപ്പോൾ ഇതിനൊക്കെ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒത്തിരി കുറവാണ്, പക്ഷേ നല്ല അടിപൊളി വൈബ്. അപ്പുറത്തെ സൈഡും ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നമുക്ക് പറയുന്നു കേട്ടോ അവരുടെ കുളിസീൻ വീഡിയോ പിടിക്കാം. ബ്രോ, ഞങ്ങളെ കുളിസീൻ ഇന്ന് വീഡിയോയിൽ പകർത്താൻ പോവാ. പക്ഷേ ഇതിൽ മെയിൻ ഹൈലൈറ്റ് മറ്റേ ഫ്ലൈറ്റ് വരും. ഇവിടുന്ന് കാണാൻ പറ്റും അല്ലേ? കറക്റ്റായിട്ട് ഇങ്ങനെ പാസ് ചെയ്യും. നോക്കാം, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. ഹലോ, ഇല്ലടാ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നമ്മൾ നേരത്തെ വരും. അപ്പോൾ ഓക്കെ, ബൈ. ലാസ്റ്റ് ഞങ്ങൾ ഇത്രയും നേരമാണ്. അങ്ങനെ
ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ 5 മണി വരെ ഉള്ളൂ. ഇന്നൊരു 5:15 വരെ അനുവദിച്ച് കുറച്ചുകൂടി ആളൊക്കെ ഉള്ളതുകൊണ്ട്, ഇല്ലെങ്കിൽ 5 മണി വരെയാണ് നമുക്കിവിടെ ടൈമുള്ളത്. അപ്പം നമ്മൾ എത്ര നേരം വെള്ളത്തിൽ കിടക്കാനാണോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, അതനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ വരണം അല്ലേ ബ്രോ? അതെ. അപ്പോൾ ഇവിടെ സ്പെൻഡ് ചെയ്ത് വന്ന് കാണാൻ ഒക്കെ ഒരു ഹാഫ് ഡേ വന്നാൽ മതി. പക്ഷേ വെള്ളത്തിൽ നമ്മൾ എത്രത്തോളം സ്പെൻഡ് ചെയ്യുമെന്നുള്ളത് വെച്ചിട്ടിരിക്കും നമ്മുടെ ഇവിടുത്തെ മൊത്തത്തിലുള്ള ടൈം. എന്തായാലും കൊള്ളാം, അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു കുളിച്ച് വൈബ്? വേറെ ലെവൽ. പിന്നെ അല്ല, ഞാൻ ഇവരുടെ കുളിസിങ് കണ്ടിരുന്നു ഗൈസ്. സാർ നമുക്ക് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത് തരാം.